50 ലക്ഷം പോയെന്നറിഞ്ഞ കാവേരിയും വിനോദും ബാങ്കിൽ നിന്ന് ഇറങ്ങുകയാണ്. കാവേരി കരയുകയാണ്. ഇനി എന്ത് ചെയ്യും? എല്ലാവരും ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. വിനീതേട്ടൻ കൊടുത്ത ആ 4 അക്ക നമ്പർ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ക്യാഷ് പോയത്. നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ലേ കാവേരി, അത് കിട്ടുമായിരിക്കുമെന്ന് വിനീത് പറയുന്നുണ്ട്. വിനീതേട്ടാ, അതിനി കിട്ടാനൊന്നും പോകുന്നില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളെക്കുറിച്ച് വാർത്ത നിരന്തരം വരുന്നതല്ലേ. ഞാൻ കൊണ്ടുപോയി എല്ലാം തുലച്ച് എന്ന് പറഞ്ഞ് വിനീത് കരയാൻ തുടങ്ങി. കാവേരി, ഗംഗയെ വിളിക്ക്. ഞാൻ ക്യാഷെല്ലാം കൊണ്ടുപോയി കളഞ്ഞെന്ന് പറ. അവളിനി എന്നെ വീട്ടിലേക്ക് കയറ്റില്ല, എവിടെയെങ്കിലും പൊക്കോളാൻ പറയും. ഞാനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് വിനീത് പൊട്ടിക്കരയുകയാണ്. വിളിക്ക് കാവേരി എന്ന് വിനീത് വീണ്ടും പറയുന്നുണ്ട്. വിനീതേട്ടാ, എന്തേ കാണിക്കുന്നത്? അതൊന്നും വേണ്ട. ഇല്ല, എന്നാൽ ഞാൻ വിളിക്കും ഗംഗയെ എന്ന് വിനീത് പറയുകയാണ്. വിനീതേട്ടൻ എല്ലാം എല്ലാവരോടും അറിയിച്ചാൽ ഇതിനൊരു സൊല്യൂഷൻ ആകുമോ? ക്യാഷ് കിട്ടില്ലല്ലോ. ഇതാരും അറിയണ്ട. നിളമോളുടെ ഓപ്പറേഷൻ നടക്കണം, ക്യാഷ് ഉണ്ടാക്കണം എന്ന് കാവേരി പറയുകയാണ്. പക്ഷേ എങ്ങനെ എന്നവൾക്കറിയില്ലായിരുന്നു. ഇതേസമയം ഹോസ്പിറ്റലിൽ നിന്നും ഗംഗ രണ്ടുപേരെയും മാറി മാറി വിളിക്കുന്നുണ്ട്. പിന്നീട് നിവിൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ ആൽമരച്ചോട്ടിൽ വിഷമത്തോടെ ഇരിക്കുകയാണ്. അവിടെ കാവേരിയും വന്ന് പ്രാർത്ഥിച്ചിട്ട് വിനീത് ഇരിക്കുന്ന മരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കും. ക്യാഷ് പോയ സങ്കടത്തിൽ കാവേരിയെ കാണാത്ത വിഷമത്തിൽ നിവിനും ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് രാഗിണി ചെല്ലുന്നത്. രണ്ടുപേരെയും കാണുമ്പോൾ അവൾ ദേഷ്യത്തോടെ കുറച്ചു നേരം നോക്കി നിൽക്കും. 50 ലക്ഷം പോയെന്നറിഞ്ഞ കാവേരിയും വിനോദും ബാങ്കിൽ നിന്ന് ഇറങ്ങുകയാണ്. കാവേരി കരയുകയാണ്. ഇനി എന്ത് ചെയ്യും? എല്ലാവരും ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. വിനീതേട്ടൻ കൊടുത്ത ആ 4 അക്ക നമ്പർ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ക്യാഷ് പോയത്. നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ലേ കാവേരി, അത് കിട്ടുമായിരിക്കുമെന്ന് വിനീത് പറയുന്നുണ്ട്. വിനീതേട്ടാ, അതിനി കിട്ടാനൊന്നും പോകുന്നില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളെക്കുറിച്ച് വാർത്ത നിരന്തരം വരുന്നതല്ലേ. ഞാൻ കൊണ്ടുപോയി എല്ലാം തുലച്ച് എന്ന് പറഞ്ഞ് വിനീത് കരയാൻ തുടങ്ങി. കാവേരി, ഗംഗയെ വിളിക്ക്. ഞാൻ ക്യാഷെല്ലാം കൊണ്ടുപോയി കളഞ്ഞെന്ന് പറ. അവളിനി എന്നെ വീട്ടിലേക്ക് കയറ്റില്ല, എവിടെയെങ്കിലും പൊക്കോളാൻ പറയും. ഞാനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് വിനീത് പൊട്ടിക്കരയുകയാണ്. വിളിക്ക് കാവേരി എന്ന് വിനീത് വീണ്ടും പറയുന്നുണ്ട്. വിനീതേട്ടാ, എന്തേ കാണിക്കുന്നത്? അതൊന്നും വേണ്ട. ഇല്ല, എന്നാൽ ഞാൻ വിളിക്കും ഗംഗയെ എന്ന് വിനീത് പറയുകയാണ്. വിനീതേട്ടൻ എല്ലാം എല്ലാവരോടും അറിയിച്ചാൽ ഇതിനൊരു സൊല്യൂഷൻ ആകുമോ? ക്യാഷ് കിട്ടില്ലല്ലോ. ഇതാരും അറിയണ്ട. നിളമോളുടെ ഓപ്പറേഷൻ നടക്കണം, ക്യാഷ് ഉണ്ടാക്കണം എന്ന് കാവേരി പറയുകയാണ്. പക്ഷേ എങ്ങനെ എന്നവൾക്കറിയില്ലായിരുന്നു. ഇതേസമയം ഹോസ്പിറ്റലിൽ നിന്നും ഗംഗ രണ്ടുപേരെയും മാറി മാറി വിളിക്കുന്നുണ്ട്. പിന്നീട് നിവിൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ ആൽമരച്ചോട്ടിൽ വിഷമത്തോടെ ഇരിക്കുകയാണ്. അവിടെ കാവേരിയും വന്ന് പ്രാർത്ഥിച്ചിട്ട് വിനീത് ഇരിക്കുന്ന മരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കും. ക്യാഷ് പോയ സങ്കടത്തിൽ കാവേരിയെ കാണാത്ത വിഷമത്തിൽ നിവിനും ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് രാഗിണി ചെല്ലുന്നത്. രണ്ടുപേരെയും കാണുമ്പോൾ അവൾ ദേഷ്യത്തോടെ കുറച്ചു നേരം നോക്കി നിൽക്കും.